അതിനകത്തു നിന്നെല്ലാം നിന്നെ കൈപിടിച്ചുയർത്തുന്നൊരു ദൈവമില്ലേ? അതിന് തെളിവ് നിങ്ങൾ ഓരോരുത്തരും തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പോരെ. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കാൻ കഴിയും. താളടിയായി പോയി തകർന്നു പോയെന്ന് ലോകം മുഴുവൻ വിധി എഴുതി ഒരിക്കലും ഉയരുകയില്ല എന്ന് പറഞ്ഞെടുത്തു എന്ന് സ്തോത്രം. ദൈവം എന്നെ പിടിച്ചുയർത്തി. ദൈവം എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. അതുകൊണ്ട് ഞാൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് യേശു പറഞ്ഞു അവനൊരു നാൾ നശിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയുക, അവയെ അനുഗമിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, കർത്താവിനെ അനുഗമിക്കുകയും ചെയ്തു. കർത്താവ് പറഞ്ഞു ഒരു നാൾ നീ നശിച്ചു പോകത്തില്ലെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിച്ചവരല്ലേ. അവൻ്റെ ശബ്ദം കേട്ട ആടുകളായ നാം, അവൻ്റെ പ്രിയ മക്കളായ നാം, സ്തോത്രം, ഒരിക്കലും അവൻ്റെ ശബ്ദം കേട്ട് അനുഗമിച്ചവർ നശിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ആർക്കും പിടിച്ചു പറിക്കാനും കഴിയത്തില്ല. നിങ്ങൾ നല്ല ധൈര്യവും ഉറപ്പുമുള്ളവരായിട്ടിരിക്കണം. നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.